വിവാദങ്ങൾക്കും കടുത്ത പ്രതിഷേധങ്ങൾക്കും ഒടുവിൽ വിദേശ സംഭാവന നിയന്ത്രണ നിയമവ്യവസ്ഥകൾ കൂടുതൽ കർശനമാക്കിക്കൊണ്ടുള്ള പുതിയ നിയമ ഭേദഗതി പ്രാബല്യത്തിൽ. ഭാഗികമായിട്ടാണെങ്കിൽ പോലും വിദേശ ഫണ്ട് കൈപ്പറ്റുന്ന എല്ലാ സന്നദ്ധ സംഘടനകളുടെയും അസോസിയേഷനുകളുടെയും പ്രവർത്തനങ്ങളിൽ രാഷ്ട്രീയ ഇടപെടലുകളും വിദേശികളുടെ നേരിട്ടുള്ള പങ്കാളിത്തവും ഇതോടെ പൂർണ്ണമായി നിരോധിച്ചു. ഹിന്ദിയിലും ഇംഗ്ലീഷിലുമായി പുറത്തിറക്കിയ 28 പേജുള്ള അസാധാരണ ഗസറ്റ് വിജ്ഞാപനത്തിലെ പ്രധാന വിവരങ്ങൾ ഇവയാണ്. സന്നദ്ധ സംഘടനകൾ തങ്ങളുടെ ഔദ്യോഗിക സമൂഹമാധ്യമ അക്കൗണ്ടുകൾ നിർബന്ധമായും പ്രഖ്യാപിക്കണം. സംഘടനയുടെ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ, പ്രവർത്തന മേഖലകൾ, ഭൂമിശാസ്ത്രപരമായ വ്യാപ്തി എന്നിവ കൃത്യമായി വെളിപ്പെടുത്തേണ്ടതുണ്ട്. നിശ്ചയിക്കപ്പെട്ട നിർദ്ദിഷ്ട പ്രവർത്തനങ്ങളിൽ മാത്രമേ സംഘടനകൾ ഏർപ്പെടാവൂ എന്നും വ്യവസ്ഥയുണ്ട്. ഇന്ത്യൻ വംശജരല്ലാത്ത വിദേശ പൗരന്മാർ ഭാരവാഹികളായുള്ള അസോസിയേഷനുകൾക്ക് FCRA രജിസ്ട്രേഷനോ വിദേശ ഫണ്ട് സ്വീകരിക്കുന്നതിനുള്ള മുൻകൂർ അനുമതിയോ സാധാരണഗതിയിൽ നൽകില്ല. എന്നാൽ പ്രത്യേക ഉത്തരവിലൂടെ ഇത്തരം കേസുകളിൽ അനുമതി നൽകാനുള്ള അധികാരം കേന്ദ്ര സർക്കാരിൽ നിലനിർത്തിയിട്ടുണ്ട്. രജിസ്ട്രേഷൻ തേടുന്ന NGOകൾ തങ്ങൾ പ്രവർത്തിക്കാൻ ഉദ്ദേശിക്കുന്ന സംസ്ഥാനമോ കേന്ദ്രഭരണ പ്രദേശമോ കൃത്യമായി വ്യക്തമാക്കണം. വാർത്തകളോ സമകാലിക സംഭവങ്ങളോ നിർമ്മിക്കുന്നതിനും അവ പ്രക്ഷേപണം ചെയ്യുന്നതിനും സന്നദ്ധ സംഘടനകൾക്ക് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ NGOകളോ അവരുടെ പ്രധാന പ്രവർത്തകരോ പുസ്തകങ്ങളോ ലേഖനങ്ങളോ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് സർക്കാരിനെ അറിയിക്കണം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ തൊട്ടുമുമ്പ് ഈ ഭേദഗതി നിയമം കൊണ്ടുവന്നിരുന്നെങ്കിലും പാർലമെന്റിലും പുറത്തും ഉയർന്ന ശക്തമായ പ്രതിഷേധത്തെ തുടർന്ന് തൽക്കാലത്തേക്ക് മരവിപ്പിക്കുകയായിരുന്നു. കേരളത്തിൽ ക്രൈസ്തവ വോട്ടർമാർക്കിടയിൽ ഈ ഭേദഗതി വലിയ ആശങ്കയുണ്ടാക്കിയെന്നും ഇത് തെരഞ്ഞെടുപ്പിൽ BJPക്ക് തിരിച്ചടിയായെന്നും വിലയിരുത്തലുകളുണ്ട്. രജിസ്ട്രേഷൻ അർഹതയുള്ള വിഭാഗങ്ങളുടെ പട്ടികയിൽ നിന്ന് മതപരിവർത്തനം ഒഴിവാക്കിയിട്ടുണ്ട് എന്ന വിജ്ഞാപനത്തിലെ പ്രത്യേക വ്യവസ്ഥ ഭാവിയിൽ ദുരുപയോഗം ചെയ്യപ്പെട്ടേക്കാമെന്ന കടുത്ത ആശങ്ക ഇതിനകം ഉയർന്നിട്ടുണ്ട്. എങ്കിലും വിശ്വാസാധിഷ്ഠിത പ്രവർത്തനങ്ങളുടെ ഒരു ശ്രേണിക്ക് പുതിയ ഭേദഗതിയിൽ അനുമതി നൽകുന്നുമുണ്ട്.